السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. കഴിഞ്ഞ ദിവസം നമ്മൾ അൽ അലി അൽ അല അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരുകൾ കണ്ടു അല്ലേ. അതേപോലെ 3 പേരുകൾ, ഒരേ റൂട്ടിൽ നിന്ന് വരുന്ന 3 പേരുകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അൽ മലിക്, അൽ മാലിക്, അൽ മലീക്. ഇത് 3ഉം ഒരേ റൂട്ടാണ്. മീം, ലാം, കാഫ്. മുൽക്ക് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വരുന്നത്. മുൽക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഉടമസ്ഥത, ഓണർഷിപ്പിനാണ് മുൽക്ക് എന്ന് പറയുന്നത്. അപ്പം അൽ മലിക് എന്ന് പറയുമ്പോൾ രാജാവ്, അൽ മാലിക് രാജാവ് അല്ലെങ്കിൽ ഉടമസ്ഥൻ, അൽ മലീക് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എക്സ്ട്രീം ക്വാളിറ്റി, സുപ്രീം, ഏറ്റവും പരമോന്നതമായിട്ടുള്ള, പരമാധികാരമുള്ള, അല്ലെങ്കിൽ ഏറ്റവും സുപ്രീം സോവറൈൻ എന്ന് പറയും, പരമാധികാരം ഉള്ള ആൾ. അതാണ് അൽ മലീക് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്. ഫതആല അല്ലേ, അള്ളാഹു എന്താണ്? തആൽ അൽ അല, ഉന്നതനാണ്. അള്ളാഹു വാഴ്ത്തപ്പെട്ടവനാണ്. അള്ളാഹു അൽ മലിക്കുൽ ഹഖ്. അള്ളാഹു ആരാണ്? ഹക്കായിട്ടുള്ള രാജാവ് അല്ലെ, യഥാർത്ഥത്തിലുള്ള ഒരേ ഒരു രാജാവ് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. അവൻ എന്താണ്? അത്യധികം വാഴ്ത്തപ്പെട്ടവനാണ്, ഉയർന്നവനാണ്, ഉന്നതനാണ്, അൽ അലാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യാതൊരു ഇലാഹും ഇല്ല. റബ്ബുൽ അർഷിൽ കരീം, അർഷിൽ കരീം, കരീമായിട്ടുള്ള മഹത്തായ ബഹുമാന്യമായ സിംഹാസനത്തിന്റെ അർഷിന്റെ റബ്ബുമാണ് അവൻ സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുകൊണ്ട് അതിൽ പറയുന്നത് എന്താണ്? മലിക്കുൽ ഹക്ക് അല്ലെ, അൽ മലിക്കുൽ ഹക്ക്, ഒരേ ഒരു യഥാർത്ഥത്തിലുള്ള രാജാവ്, കംപ്ലീറ്റ് ആയിട്ടുള്ള രാജാവ്, പരമമായ അധികാരമുള്ള രാജാവ് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ് ഈ സോവറിറ്റി എന്ന് പറയുന്നത്, പരമാധികാരം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു വാക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു റൂട്ടിൽ നിന്ന് വരുന്ന ഒന്നിലധികം പേരുകൾ നമ്മൾ കാണുന്നത്. കാരണം അള്ളാഹുവിന്റെ പരമാധികാരത്തിനെ കുറിച്ച് യാതൊരു സംശയവും ഇല്ലല്ലോ അല്ലെ. ഖുർആനിലും ഇത് പലതവണ വരുന്നുണ്ട്. അൽ മലിക് 5 പ്രാവശ്യവും, അൽ മാലിക് 2 പ്രാവശ്യവും, അൽ മുൽക്ക് അല്ലെങ്കിൽ മലീക് 1 പ്രാവശ്യവും ഖുർആനിൽ വരുന്നുണ്ട്. ഓക്കെ, മലിക് 5 പ്രാവശ്യം, മാലിക് 2 പ്രാവശ്യം, അൽ മലീക് 1 പ്രാവശ്യവും ഖുർആനിൽ വരുന്നുണ്ട്. മുൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അധികാരം, പരമമായ അധികാരം, അല്ലെങ്കിൽ കൺട്രോൾ, റൂളിംഗ് അല്ലെ, ഭരണാധികാരം എന്നൊക്കെ പറയാം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുൽക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് വേറെ ഒരാൾക്കും അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓണർഷിപ്പാണ്. വേറൊരാൾക്കും ആ അധികാരത്തിൽ കൈകടത്തലുകളില്ല. അള്ളാന്റെ കമാൻഡ്, അള്ളാഹ് ഒരു കൽപ്പന നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള പവർ അള്ളാഹ്ക്ക് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹ് മലിക്കാണെന്ന് പറയുമ്പം അള്ളാഹു എന്താണ്? രാജാവാണ് അല്ലെ. രാജാക്കന്മാർക്ക് നമുക്കറിയാം പൊതുവെ അവർക്ക് അധികാരമുണ്ട് അല്ലെ, റൂളിംഗ്, ഭരണം നടത്താനുള്ള കഴിവുണ്ട്. മലിക്. അൽ മാലിക് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ, ആ അധികാരത്തിന്റെ കൂടെ ഓണർഷിപ്പും കൂടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. സകല ചരാചരങ്ങളുടെയും, അതായത് പ്രപഞ്ചത്തിന്റെ, യൂണിവേഴ്സിന്റെ എല്ലാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിലുള്ള സകല സൃഷ്ടികളുടെയും ഓണർഷിപ്പും കൂടെ അള്ളാഹ്ക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. അൽ മലീക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഹൈപ്പ് പോലെയാണ്, അതായത് അതിനെ എക്സ്ട്രീം ആക്കുക. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിന്റെയും ഏറ്റവും, നമ്മൾ വെറും അധികാരമല്ല, പരമമായ അധികാരം, വെറും ഓണർഷിപ്പ് അല്ല, പരമമായിട്ടുള്ള ഓണർഷിപ്പ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്കറിയുന്ന ഏതൊരു ഭാഷയിലെയും വൊക്കാബുലറി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരുകൾ വിശദീകരിക്കാനോ സിഫത്തുകൾ പറയാനോ മതിയാവൂല. അള്ളാഹു മാലിക്കുൽ മുൽക്കാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അധികാരത്തിന്റെ പീക്കാണ്, ഓണർഷിപ്പിന്റെ പീക്കാണ്, രാജാക്കന്മാരുടെ രാജാവാണ്, ഹക്കായിട്ടുള്ള ഒരേ ഒരു രാജാവാണ്. സുബ്ഹാനല്ലാഹ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇഹത്തിന്റെയും പരത്തിന്റെയും എല്ലാ ചരാചരങ്ങളുടെയും, ജീവിച്ചിരുന്നൊക്കെ മരിച്ചു പോയതിന്റെയും അല്ലെ, ജീവനുള്ളതിന്റെയും ജീവനില്ലാത്തതിന്റെയും ഒക്കെ ഓണറും രാജാവും ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ ഈ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഈ കിങ്ഡം, മുൽക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പം മലക്കൂത്ത് എന്നുള്ള വാക്കും ഉപയോഗിക്കാറുണ്ട്. മലക്കൂത്ത് എന്ന് പറയുമ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള അധികാരം. ഇതേ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, അള്ളാഹ്ക്ക് മാത്രമായിട്ടുള്ള അധികാരം. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, കദാലിക നുരി ഇബ്രാഹിമ മലകൂത്ത സമവാതി വൽ അർദ്.
മലക്കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് മുഴുവനായിട്ടുള്ള ഓണർഷിപ്പ് അല്ലെ, എല്ലാത്തിന്റെയും, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനകത്തുള്ള സകലതിന്റെയും അത് അള്ളാഹ്ക്ക് മാത്രം ഉള്ളതാണ്. ഓക്കെ, അപ്പം അള്ളാഹിന്റെ പരമാധികാരം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്, പെർഫെക്റ്റ് ആണ്, പെർമനന്റ് ആണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്ക് മനുഷ്യന്മാരെന്ന് പറയുന്നത് നമുക്ക് പല പല സാധനങ്ങൾ, ഇപ്പൊ എനിക്ക് ചില സാധനങ്ങൾ എന്റെ സ്വന്തമായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഉണ്ടാവും, പക്ഷെ അതൊരിക്കലും കംപ്ലീറ്റ് ഓണർഷിപ്പ് അല്ല അല്ലെ. ചില കുറച്ച് കാര്യങ്ങൾ ഓരോരുത്തർക്കും ചില ഓരോരോ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് അതൊരു കുറച്ച് കാര്യങ്ങൾക്ക് ആയിരിക്കും ഉണ്ടാവുക. നമ്മളത് ഒരിക്കലും കംപ്ലീറ്റ് അല്ല. അതേപോലെ നമ്മളുടെ അധികാരങ്ങൾ ഓണർഷിപ്പ് ഒന്നും പെർഫെക്റ്റ് അല്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മേലെ ഓണർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹു തന്ന ആ ഒരു ഓണർഷിപ്പേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിന് ഒരു കൺട്രോളും നമുക്കില്ല. അതേപോലെ പെർമനന്റ് അല്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ അത് വിട്ടുകൊടുക്കേണ്ട ഓണർഷിപ്പാണ്. സ്ഥിരമായിട്ടുള്ള ഓണർഷിപ്പ് നമുക്ക് ഒന്നിനുമില്ല. നമ്മളുടെതൊക്കെ ടെമ്പററി ആണ് അല്ലെ. വളരെ ചുരുക്കം ചില കാര്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. വളരെ മിനിമൽ ആണ്. മിനിമം ഓണർഷിപ്പേ നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാണാം, ലാ മലിക ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ മലിക്കില്ല. അള്ളാഹു അല്ലാതെ എന്താണ് അധികാരം അല്ലെ, രാജാവ് ഉടമസ്ഥൻ ഇല്ല തന്നെ. നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ എന്തിന്റെയൊക്കെയോ ഉടമസ്ഥരാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കുമുള്ള ഉടമസ്ഥൻ ആരാണ്? റബ്ബാണ് അല്ലെ. ശരിക്കുമുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് റബ്ബിന് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് റബ്ബിന് മാത്രമേ ഉള്ളൂ. പെർമനന്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് റബ്ബിന് മാത്രമേ ഉള്ളൂ. അപ്പം അൽ മലിക്, അൽ മാലിക്, മലീക് എന്നുള്ള വാക്കുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരുകൾ, ഇസ്മുകൾ, സിഫാത്തുകൾ നമ്മൾ കാണുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിൽ വെക്കണം. സുബ്ഹാനല്ലാഹ്. ഇനി ഈ അൽ മലിക് ഈ പേരുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവനാണ് അധികാരങ്ങൾ അല്ലെങ്കിൽ ഉടമസ്ഥത കൊടുക്കുന്നവൻ. എന്തെങ്കിലും ഒരു കാര്യത്തിന് അധികാരം മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ജീവികൾക്ക് കൊടുക്കുന്നവൻ അവനാണ് അല്ലെ. അവൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവനത് എപ്പോ വേണമെങ്കിലും എടുത്തു കളയാം. അവന് തിരിച്ചെടുക്കണം തോന്നുമ്പോൾ നമ്മളെ എല്ലാ അധികാരങ്ങളും അവന് തിരിച്ചെടുക്കാം. നമ്മുടെ എല്ലാ ഓണർഷിപ്പുകളും നമുക്ക് തിരിച്ചെടുക്കാം അല്ലെ. നമ്മളെ കയ്യിലും പലതും നമ്മളെ സ്വന്തം നമ്മൾ വിചാരിച്ച കാര്യങ്ങള് നമ്മൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടു പോണത് നമ്മളൊക്കെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യം അല്ലെ. ചിലപ്പോൾ പൈസ ആയിരിക്കും, ആർക്കെങ്കിലും കൊടുത്തേൽപ്പിച്ചതായിരിക്കും, തിരിച്ചു കിട്ടാത്തതുണ്ടാവും. അപ്പം ഇതിന്റെയൊക്കെ അധികാരി നമ്മൾ വെറുതെ വിചാരിക്കുന്നത്. അള്ളയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഇതിന്റെയൊക്കെ അധികാരി. അതുകൊണ്ട് തന്നെ അള്ളാഹാണ് നമുക്ക് തരുന്നത്. അള്ളാഹ്ക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാം. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിയൽ മുൽക്കു മൻ തശാഉ വതൻസിഉൽ മുൽക്കു മിമ്മൻ തശാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, നബിയെ ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവെ അല്ലെ, അള്ളാഹുമ്മ മാലിക്കൽ മുൽക്ക്, അവന്റേതാണ് ആധിപത്യം, ഉടമസ്ഥൻ. എന്നിട്ട് എന്താണ് പറയുന്നത്? തുഅ്തിയൽ മുൽക്കു മിൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു അല്ലെ. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരവും നൽകുന്നുണ്ട്, ഓണർഷിപ്പും നൽകുന്നുണ്ട് അല്ലെ, ഉടമസ്ഥത നീ നൽകുന്നു. തൻസിഉൽ മുൽക്കു മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് നീ എടുത്തു നീക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കൊടുത്തതിനും അള്ളാഹുവിന് എടുത്ത് നീക്കാൻ പറ്റും. അപ്പം അവന് മാത്രമേ ഇത് കൊടുക്കാനും എടുക്കാനും ഒക്കെ കഴിവുള്ളൂ. നമുക്ക് വെറുതെ തോന്നുന്നത് നമ്മൾ വരുമ്പോ കൊണ്ടുവന്നാൽ ഇത് നമ്മളെ സ്വന്തമാണെന്നൊക്കെ അല്ലെ. നീ ഉദ്ദേശിക്കുന്നവന് നീ ഇസ്സത്ത് നൽകുന്നു, നീ പ്രതാപം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവനെ നീ എന്താക്കുന്നത്? നിന്ദ്യനാക്കുകയും ചെയ്യുന്നു അല്ലെ. നമ്മള് സുബ്ഹാനല്ലാഹ് പലർക്കും എന്തോ അല്ലെ, എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്, ഇസ്സത്ത് ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നാം ഇത് നമ്മൾ എന്തൊക്കെയോ ചെയ്തത് കൊണ്ടാ അല്ലെ, നമ്മൾ എന്തൊക്കെയോ നേടിയത് കൊണ്ടാ. ഈ ഇസ്സത്തും തരുന്നത് ആരാണ്? റബ്ബാണ്. ഇനി ആരെങ്കിലും ഒരിത്തിരി താഴ്ന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്, അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും, എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് തോന്നും അവരൊക്കെ എന്തിനു പറ്റൂലേ. പക്ഷെ ഈ തുസിലും കൊടുക്കുന്നത് ആരാണ്? നിന്ദ്യത കൊടുക്കുന്നത് ആരാണ്? അതും അള്ളയാണ്. അത് അള്ളാഹ്ക്ക് ഇന്ന് കൊടുത്തവർക്ക് നാളെ ഇസ്സത്ത് കൊടുക്കാം. അതുപോലെ ഇന്ന് തുസില് കൊടുത്തവർക്ക് ഇന്ന് ഇസ്സത്ത് കൊടുത്തവർക്ക് നാളെ അള്ളാഹ്ക്ക് ഇല്ലും കൊടുക്കാൻ അള്ളാഹ്ക്ക് ഒരു പ്രയാസവും ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവനാണ് ആദരവ് കൊടുക്കുന്നവൻ, അവനാണ് നിന്ദ്യത കൊടുക്കുന്നവൻ. സുബ്ഹാനല്ലാഹ്. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് ഖൈർ ഉള്ളത് അല്ലെ. ഏറ്റവും ഉത്തമമായത് നന്മയെല്ലാം ആരുടെ കയ്യിലാണ്? ഖൈർ ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതുകൊണ്ട് തന്നെ നീ എന്താണ്? എല്ലാത്തിനും കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ എത്രത്തോളം ഹമ്പിൾ ആവണം അല്ലെ.
അപ്പം അൽ മാലിക്, അൽ മലിക്, അൽ മലീക് എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരുകളും സിഫത്തുകളും നമ്മൾ അറിയുമ്പം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവരാനുണ്ട് അല്ലെ. ഇപ്പൊ ആ പേരുകൾ ബൈഹാർട്ട് പഠിച്ചതുകൊണ്ടോ അർത്ഥം ബൈഹാർട്ട് പഠിച്ചതുകൊണ്ടോ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ശരിക്കും വെട്ടിത്താണ്. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്ത പോലും അതിനനുസരിച്ച് മാറുമ്പോഴാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരുകളും സിഫത്തുകളും നമ്മുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണം ആകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അൽ മാലിക്, അൽ മലിക്, അൽ മലീക് എന്ന് പറയുമ്പം ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം അവൻ മാത്രമാണ് രാജാവ്, അവൻ മാത്രമാണ് അധികാരി, അവന് മാത്രമാണ് ഓണർഷിപ്പ്. ശരിക്കും ഇത് നമ്മൾ ശരിക്കും മനസ്സിനകത്ത് ഉറച്ചങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സമാധാനം അല്ലേ. പിന്നെ നമുക്ക് സൃഷ്ടികളെ ഒന്നും ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല, ഒരു മനുഷ്യനെയും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ. കാരണം ആർക്കും നമ്മളൊക്കെ ഒരു ഉപദ്രവം വരുത്താൻ പറ്റില്ല. കാരണം നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നു വിചാരിക്കുന്നവന്റെയും ഉടമസ്ഥൻ ആരാണ്? റബ്ബാണ്. അവന്റെയും രാജാവ് ആരാണ്? റബ്ബാണ്. എല്ലാ പവറും ആരാണ്? അള്ളാഹ്ക്കാണ് അല്ലെ. അള്ളാന്റെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്. പിന്നെ നമ്മളെന്തിനാ മനുഷ്യന്മാരെ പേടിക്കുന്നത്? അള്ളാനെ പേടിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക. നിങ്ങൾ അള്ളാഹുവിനെ അല്ലെ. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സൂക്ഷിക്കുക അല്ലെ. ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനോട് ചെയ്യേണ്ട ഡ്യൂട്ടികൾ ചെയ്യ്. യഹ്ഫദ്ക, അള്ളാഹു നിങ്ങളെ സംരക്ഷിച്ചോളും. പിന്നെ നമ്മൾ എന്തിനേയും മനുഷ്യന്മാരെ ആലോചിച്ച് ബേജാറാവുന്ന. ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കില്ലേ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുക, അള്ളാഹുവിനോടുള്ള ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യ്. തജിദ്ഹു തുജാഹക്, അവൻ നിങ്ങളുടെ മുന്നിൽ വരും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ശരിക്കും അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളെ മുമ്പിൽ ഉള്ളത് പോലെ നമ്മൾ എന്ത് പ്രശ്നം അള്ളാഹ് നോക്കിക്കോളും. നമുക്ക് പിന്നെ മനുഷ്യന്മാരെ പേടിച്ചിട്ട് അള്ളാഹ് പറയുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തും. സുബ്ഹാനല്ലാഹ്. ഇദാ സഅൽത ഫസ്അലില്ലാ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ യാചിക്കുകയാണെങ്കിൽ അള്ളാന്റെ അടുത്ത് ചോദിക്കുക. അള്ളാന്റെ അടുത്ത് മാത്രം ചോദിച്ചാൽ മതി. വഇസ്തഅനത് വഇസ് വ വ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് മാത്രം സഹായം തേടുക. സുബ്ഹാനല്ലാഹ്. എന്ത് ഭംഗി, എന്ത് ഈസി അല്ലേ. അള്ളാഹാണ് മലിക്കെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹ് മാത്രം മതി. ഫഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹ്. അതായത് ലോകം മുഴുവനും, ഒരു രാജ്യം മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം നടക്കാൻ, ഒരു പ്രയോജനം ഉണ്ടാകണം എന്ന് വിചാരിച്ച് കൂടി നിന്ന് കഴിഞ്ഞാലും അത് അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് എഴുതി വെച്ചെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് അത് കിട്ടൂല. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ എന്ത് കാര്യം നടക്കാൻ വേണ്ടി മനുഷ്യന്മാരെ മേലെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് അള്ളാഹ് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഖദ് കതബഹുല്ലാഹു ലക്. അള്ളാഹു ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക്. നിങ്ങൾക്ക് അള്ളാഹു എഴുതി വെച്ചതല്ലാതെ ലോകം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരാൻ നിന്ന് കഴിഞ്ഞാലോ നടക്കൂല. സുബ്ഹാനല്ലാഹ്. വലവിജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക്. അതേപോലെ ലോകത്തിലെ സകല മനുഷ്യന്മാരും നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് ഒരു ഉപദ്രവം വരുത്താൻ വേണ്ടിയിട്ട് കൂടിയാലോചന നടത്തി അവർ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാലും അവർക്ക് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്താൻ പറ്റൂല, അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതി വെച്ചിട്ടുണ്ടെങ്കിലല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ്ക്ക് മാത്രമേ പവർ ഉള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ അധികാരങ്ങളുള്ളൂ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ കയ്യിലാണ് എല്ലാ ഖൈറും ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് മനുഷ്യന്മാരെ പേടിക്കുകയും വേണ്ടി ഇത്രയും സമാധാനം വേറെ എന്തുണ്ടല്ലേ. എല്ലാരെയും മെയിൻ പ്രശ്നം, നമ്മളെല്ലാവരുടെയും മെയിൻ പ്രശ്നം അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവരെ പേടിക്കണം, ഇവരെ പേടിക്കണം. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാന്റെ വിധിവിലക്കുകളിൽ അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ എന്തിനാ ആളുകൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹിനെ മാത്രം പഠിച്ചാൽ മതി. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാവും. നമുക്ക് നിരാശയുടെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്ക് ഒരു കാര്യത്തിലും അള്ളാഹ് എന്നെ കൊണ്ട് ഇത് പറ്റൂലല്ലോ, അല്ലെങ്കിൽ ഇത് ചിത്രമൊക്കെ ചെയ്തിട്ട് അവരെന്താ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകാൻ നമ്മളെ കാര്യങ്ങൾ അള്ളാഹു നമ്മളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തരാം. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളും അള്ളാന്റെ മുമ്പിൽ കൊണ്ടുപോയാൽ മതി. കാരണം അള്ളയല്ലേ മലിക്ക്, അള്ളയല്ലേ ഓണർ അല്ലെ. വേറൊരാളെ കയ്യിലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ പോലും നമുക്ക് അള്ളാന്റെ അടുത്ത് പറഞ്ഞാൽ മതി. കാരണം അള്ളയല്ലേ ഓണർ. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ അടുത്ത് ചോദിക്കാനും നമുക്ക് ഒരു മടിയും വേണ്ട. കാരണം എല്ലാം അള്ളാന്റെ കയ്യിലല്ലേ ഉള്ളത്. നമുക്ക് അള്ളാഹിനോട് ചോദിക്കുന്നതിന് എന്താ? അതിന് എത്ര ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും, ഐഹികമാണെങ്കിലും ദീനീപരമാണെങ്കിലും കുടുംബപരമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കാൻ പറയാം. മടിയുള്ള കാര്യങ്ങൾ വരെ റബ്ബിന്റെ അടുത്ത് ചോദിക്കാം. നമ്മൾ പലപ്പോഴും അല്ലേ ഇതിനെന്ത് ചെയ്യും, ഇനി എന്താ ഇതിനൊരു പരിഹാരം തോന്നി നമ്മൾ സ്റ്റക്കാവുന്ന കാര്യങ്ങളുണ്ട്. അള്ളാഹ്ക്ക് തരാൻ പറ്റും. അള്ളാന്റെ അടുത്ത് ചോദിക്കാം. പരാതി അള്ളാന്റെ അടുത്ത് പറയാം അല്ലെ. സുബ്ഹാനല്ലാഹ്.
അള്ളാന്റെ അടുത്ത് നമുക്ക് യാചിക്കാം. അപ്പം ലാ മലിക്ക ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ ഒരു രാജാവും ഇല്ല അല്ലെ. എല്ലാ കിങ്ഷിപ്പും എല്ലാ ഓണർഷിപ്പും എല്ലാ അധികാരവും അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട വേറൊരു കാര്യം, അള്ളാഹുവിന്റെ അൽ മലിക്, അൽ മാലിക്, അൽ മലീക് പേരുകള്, ഇസ്മുകള്, സിഫാത്തുകള് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഏതെങ്കിലും മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു അധികാരം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പവർ ഉണ്ട്, അല്ലെങ്കിൽ ഓണർഷിപ്പ് ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾ ഖുർആനിൽ പഠിക്കുന്നുണ്ട്, വല്ലാഹു യുതി മുൽക്കഹു മയ്യശാ, അള്ളാഹു ആണ് അവന് ആ മുൽക്ക് കൊടുത്തത് അല്ലേ. അവന് ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു ഓണർഷിപ്പ് അതായത് അള്ളാഹു അവന്റെ വകയായിട്ടുള്ള ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ആർക്കെങ്കിലും പവർ ഉണ്ട് അല്ലെ, എന്തെങ്കിലും കാരണത്തിലായിക്കോട്ടെ, പണത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അധികാരത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, സ്വത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അറിവിന്റെ കാര്യം, എന്ത് കാര്യത്തിലാണെങ്കിലും ആർക്കെങ്കിലും പണമുണ്ട്, അധികാരമുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാളും ഒരു മേലെ ആണ് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തവനെയാണ് നമ്മൾ പേടിക്കേണ്ടത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവർക്ക് അതാരാ കൊടുത്തത്? റബ്ബാ കൊടുത്തത്. പൈസ ആണോ? റബ്ബാ കൊടുത്തത്. അധികാരമാണോ? റബ്ബാ കൊടുത്തത്. ഓണർഷിപ്പ് ആണോ? റബ്ബാ കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാന്റെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്, അള്ളാഹ് കൊടുത്തതാണ്. അപ്പൊ നമ്മൾ പേടിക്കേണ്ടത് ആരെയാ? അള്ളാനെയാ. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം, അള്ളാന്റെ മുൽക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹ് അല്ലെ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അള്ളാന്റെ ഉടമസ്ഥതയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അത് അള്ളാന്റെ പേഴ്സണൽ ക്വാളിറ്റി ആണ് അല്ലെ. അതായത് സൃഷ്ടികള്, നമ്മള് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു പവർ അല്ലെങ്കിൽ അതോറിറ്റി ഉണ്ടാവാന്ന്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അത് അള്ളാഹ് തന്ന ചില കാര്യങ്ങളിലൂടെ, അള്ളാഹു തന്ന എന്തൊക്കെയോ ഒരു ടൂൾസിലൂടെ മാത്രമേ നമുക്ക് ഈ അധികാരമുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കാണാം, അപ്പൊ ഒന്നും കൂടെ മനസ്സിലാവും. ഓക്കെ, അള്ളാഹ് തന്ന എന്തിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഈ കമ്പ്യൂട്ടർ എന്റെ ആണെന്ന് ഞാൻ പറയാം. ഇത് വാങ്ങാനുള്ള കഴിവ് അല്ലെ, അതിനുള്ള പൈസ അള്ളാഹ് തന്നത് കൊണ്ടാ. അത് യൂസ് ചെയ്യാനുള്ള കഴിവ്, അതിനുള്ള അറിവ് അള്ളാഹ് തന്നത് കൊണ്ടാ. അള്ളാഹ്ക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതിൽ അങ്ങ് എടുത്തു കളയാം അല്ലെ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ മുമ്പിൽ ഇരുന്ന് ഈ ക്ലാസ് ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാൻ റബ്ബിന് പ്രയാസമില്ല, പിന്നെ ആ ക്ലാസ് അവിടെ നിന്ന്. ഇന്റർനെറ്റ് നിന്ന് പോവാൻ അള്ളാഹ്ക്ക് പ്രയാസമില്ലല്ലേ. ഈ ഒന്നും വേണ്ട, ഇത് ഉപയോഗിക്കാനുള്ള എന്റെ കൈകളിൽ രണ്ട് വിരൽ അനങ്ങുന്നില്ലെങ്കിൽ നിന്നുപോയി അത്. സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്ക് ഈ പവറും ഈ അതോറിറ്റിയും ഒന്നും ഉണ്ടായിട്ട് നമ്മൾക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും, ആ ഓണർഷിപ്പ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ പോലും അതിന് അള്ളാഹു ചില മീൻസ് ഒക്കെ തരണം. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, അത് അള്ളാഹ് തരുന്നിടത്തോളം കാലേ ഉണ്ടാവുള്ളൂ. അള്ളാഹ് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എന്ത് അഹങ്കാരം നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കിതെല്ലാം ടെമ്പററി ആയിട്ടാണ്, എല്ലാ കാര്യങ്ങളും കുറച്ചു കാലത്തേക്ക്, അള്ളാഹ് തരുന്ന സമയത്തേക്ക് മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അവന്റെ കയ്യിലുള്ളതൊക്കെ എന്നേക്കുമാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നാലാമത്തെ കാര്യം, ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയ ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് അതിന്റെ പേരിൽ അഭിമാനം, പ്രൈഡ് വേണ്ട. എന്തെങ്കിലും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അള്ളാഹ് തന്നതാ. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ള കാര്യത്തിനെല്ലാം നമ്മൾ റിലൈ ചെയ്യേണ്ടത്, തവക്കൽ ചെയ്യേണ്ടത് അള്ളാന്റെ കയ്യിലുള്ള കാര്യം. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അല്ലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇത് എന്റെ കൂടെ ഉണ്ടാവും. ഒന്നും തന്നെ, നമ്മുടെ കുടുംബം ആയിക്കോട്ടെ, നമ്മുടെ സ്വത്തായിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ, ഒന്നും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശുദ്ധ വീട്ടിത്ത അള്ളാഹ് കൊണ്ടുവന്ന് തന്നതാണ്. അത് തന്നതിന് ആസ്വദിക്കാൻ പോലും അള്ളാഹു തന്ന കഴിവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ കയ്യിലുള്ളതിനെല്ലാം നമുക്ക് തവക്കുൽ, അള്ളാന്റെ കയ്യിലുള്ളതിനെ തവക്കുൽ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എനേബിൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അള്ളാഹുന്റെ ഒരു ഇസ്മ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പലപ്പോഴും ഇപ്പം ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇനി ഇത് മതി എന്ന് തോന്നാറുണ്ട് അല്ലേ. അത് അള്ളാഹ് തന്നത് കൊണ്ട്, അള്ളാഹ്ക്ക് അത് തിരിച്ചെടുക്കാൻ ഒരു പ്രയാസമില്ല. അപ്പൊ തവക്കുൽ ചെയ്യേണ്ടത് റബ്ബുള്ളത് കൊണ്ട്, റബ്ബിന്റെ റിസ്ക് ഉള്ളത് കൊണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. നമ്മളെ കയ്യിൽ തന്നതൊക്കെ ടെമ്പററി ആണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് അനുവദിക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുള്ളൂ. നമ്മളെ കയ്യിലുള്ളതിനെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടത് അള്ളാന്റെ കയ്യിലുള്ളതിനെ ആണ് വിശ്വസിക്കുക. അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ അള്ളാഹ് തന്നതിനെ കുറിച്ച് അഭിമാനം വേണ്ട. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഇബ്ലീസ് ചെയ്തത്. അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ ബെറ്റർ ആണ്. ഇതാണ് ഫിറഔൻ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിറഔന് കൊടുത്ത പവറിൽ, അധികാരത്തിൽ അഭിമാനം കൊണ്ടു. ഇതാണ് ഹാറൂൻ ചെയ്തത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഇൽമിൽ, അള്ളാഹു കൊടുത്ത പണത്തിൽ അവന് അഭിമാനം കൊണ്ടു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ പറയുന്ന എല്ലാം, പവറും
അല്ലെ, അധികാരവും കൺട്രോളും അതോറിറ്റിയും അറിവും ഒക്കെ ആരുടെയാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിരാശ വേണ്ട, പേടി വേണ്ട, അതേപോലെ അഭിമാനവും വേണ്ട. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കയ്യിലുള്ളതിന് അല്ലെ, എന്താണ്, എല്ലാം റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക, റബ്ബിനോട് വാങ്ങിക്കൊണ്ടിരിക്കുക, നന്ദി കാണിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടത് റബ്ബ് തന്നോളും. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്തെന്ന് വിചാരിച്ച് വിഷമം വേണ്ട, അത് നമുക്കും തരാൻ റബ്ബിനെ കൊണ്ട് പറ്റും. നമുക്ക് തന്നെന്ന് വെച്ചിട്ട് അഹങ്കാരം വേണ്ട, അത് പിടിച്ചെടുക്കാനും റബ്ബിന് പറ്റും. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, അൽ മലിക്, അൽ മാലിക്, അൽ മലീക് എന്നുള്ള പേരുകൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇസ്മുകൾ സിഫത്തുകൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അള്ളാഹ്ക്ക് എന്തും ചെയ്യാം. ഫഅാലുൻ ലിമാ യുരീദ് അല്ലേ, അവൻ ഉദ്ദേശിക്കുന്നത് നടത്തുന്നവനാണ് അവൻ. സുബ്ഹാനല്ലാഹ്. കാരണം എല്ലാം അവന്റെ കയ്യിലായിരിക്കുമ്പോൾ, എല്ലാത്തിനുള്ള അധികാരം അവന്റെ കയ്യിൽ ഉണ്ടായിരിക്കുമ്പോൾ അവനോട് ആരാ ചോദ്യം ചെയ്യാനുള്ളത്? അള്ളാഹിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അല്ലെ, അള്ളാഹിനെ ആർക്കും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല. എല്ലാം അവൻ്റെതാണ്. സുബ്ഹാനല്ലാഹ്. അവൻ എന്ത് എപ്പോ വേണമെങ്കിലും ചെയ്യാം. നമ്മളെ അടുത്തില്ലേ എന്തെങ്കിലും ഒരു ഇത്തിരി എന്തോ കാര്യം ഉണ്ടാവും, എന്തോ ഒന്നോ രണ്ടോ സാധനം നമ്മളതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പൈസ നമ്മളെ കയ്യിലുണ്ടാവും. ആൾക്കാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താ, ഇത് എന്റേതല്ലേ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ വേഗം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും, പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ പോലും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് അള്ളാഹ് തന്നതൊക്കെ ഒരു അമാനത്താ. അള്ളാഹിന്റെ കയ്യിലുള്ള സാധനങ്ങൾ പോലെയല്ല, അള്ളാഹിനെ ആർക്കും ചോദ്യം ചെയ്യാനില്ല. പക്ഷെ നമ്മളെ കയ്യിലുള്ള എന്ത് സാധനത്തിനാണെങ്കിലും അള്ളാഹ് ചോദ്യം ചെയ്യും. എങ്ങനെയാ ഇത് സമ്പാദിച്ചത് അല്ലെ, എങ്ങനെയാ നമ്മൾ യൂസ് ചെയ്തത്? സുബ്ഹാനല്ലാഹ്. കാരണം അള്ളയാണ് അതിന്റെ ഓണർ. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, അവനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഫഅാലു ലിമാ യുരീദ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവൻ ആകാശങ്ങളെയും ഭൂമിയെയും അവനാ സൃഷ്ടിച്ചത് അവന്റെ സ്വന്തം ഇഷ്ടത്തിന്. ആദം അലൈഹി ഇസ്ലാമിനെയും ആദമിന്റെ സകല മക്കളെയും അവനാ സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിൽ നിന്ന് തീനെ തണുപ്പാക്കി കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ അവന്റെ ഇഷ്ടം പോലെ എല്ലാം ചെയ്യും. ഇന്നമ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. സുബ്ഹാനല്ലാഹ്. അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ അല്ലേ, ഉണ്ടാകൂ എന്ന് പറയാൻ മാത്രമേ ആവശ്യമുള്ളൂ. അതെന്താവും? ഫയകൂൻ. അപ്പോഴത് അത് ഉണ്ടാകുന്നു. ശരിക്കും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പം ഈ തീയുടെ മാലിക്കായ, ഈ ചെയ്ത ആളുകളുടെ മാലിക്കായ റബ്ബിലെ അവൻ എന്തും ചെയ്യാം. അവനാ തീന്റെ നേച്ചർ, തീനെ അവൻ സൃഷ്ടിച്ചത് ചൂടായിട്ടാണെങ്കിലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വേണ്ടി അവൻ അതിനെന്താക്കി, തണുപ്പാക്കി മാറ്റി. അതുകൊണ്ട് അവന് നമ്മൾ വിചാരിക്കോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഇതിങ്ങനെ നടക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇന്ന കാര്യം ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്നില്ല. തീനെ അവനെ തണുപ്പാക്കാൻ പറ്റുമെങ്കിൽ സുബ്ഹാനല്ലാഹ് അവൻ എന്തും ചെയ്യാം അല്ലേ. നമുക്ക് അങ്ങനെ കുറെ പെർസെപ്ഷൻസ് ഉണ്ട് ചില കാര്യങ്ങൾ ഓരോന്നും അല്ലേ. സൂര്യൻ ഇന്ന ഇന്ന രീതിയിലാണ്, ഇന്ന ഒരു സ്ഥലത്ത് ഉദിക്കും, വേറെ സ്ഥലത്ത് അല്ലെ കിഴക്ക് ഉദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ട് ലോകാവസാനത്തിൽ അത് നേരെ തിരിയും. റബ്ബിന് അതും പറ്റും. അതേപോലെ നമ്മുടെ ബോഡിയിൽ പലതും ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, കിഡ്നിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ലിവറിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആരുടെ കൺട്രോൾ? അള്ളാന്റെ കൺട്രോളില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ തന്നെ കാണുന്നില്ല എത്ര എത്ര ആളുകൾക്ക് ആ നോർമലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് ഒരു ദിവസം വർക്ക് ചെയ്യാതിരിക്കുന്നത്. നമ്മൾ രണ്ട് കാലിലും നടക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാലും രണ്ട് കൈയും കുത്തി നടക്കേണ്ട സാഹചര്യങ്ങളുള്ളവര്, കൈയില്ലാത്തവര്, കാലില്ലാത്തവര് ഒക്കെ അള്ളാന്റെ കൺട്രോൾ. അത് തന്നത് എടുക്കാനും അള്ളാഹ്ക്ക് പറ്റും. ശബ്ദത്തിന്റെ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയെ ചീറ്റ് ചെയ്തപ്പോൾ അവര് മനുഷ്യന്മാരെ കുരങ്ങുകളാക്കാൻ അള്ളാഹ്ക്ക് പറ്റിയെങ്കിൽ അള്ളാഹ്ക്ക് എന്തും പറ്റും. എല്ലാത്തിന്റെ കൺട്രോളും അള്ളാന്റെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇനി മറ്റൊരു കാര്യം, ഈ പേരുകൾ സിഫത്തുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അല്ലെ, അള്ളാഹു അൽ മലിക്കാണ്, അള്ളാഹു അൽ മാലിക്കാണ്, അള്ളാഹു അൽ മലീക്കാണ്. അപ്പൊ നമ്മൾ എന്താണ്? അവന്റെ അടിമകൾ മാത്രമാണ്, അബദുകൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ, അവന്റെ മാത്രം അബദുകളാണ്. അവൻ മാത്രമാണ് അൽ മലീക്ക്, അവൻ മാത്രമാണ് അൽ മാലിക്. അതുകൊണ്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം അനുസരിക്കുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നമ്മളടുത്ത് പറഞ്ഞത്, സൃഷ്ടികളെ അനുസരിച്ചുകൊണ്ട് സൃഷ്ടാവിന് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. ഭയങ്കര നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷെ ദൈനംദിന ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു കാര്യം അല്ലെ. പലപ്പോഴും സൃഷ്ടികളെ അനുസരിക്കാൻ വേണ്ടി നമ്മളെ സൃഷ്ടാവായ റബ്ബിനെ അനുസരണക്കേട് കാണിക്കും. അള്ളാന്റെ പല കൽപ്പനകളെയും നമ്മൾ കാറ്റിൽ പറത്തും. പലരുടെയും തൃപ്തിക്ക് വേണ്ടി പലതും നമ്മൾ ചെയ്യേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയെ ശരിക്കും മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അള്ളാഹുവിന്റെ ഓരോ പേരുകളും വെച്ച് നമ്മൾ റബ്ബിനെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്
നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും, ഞാനും നിങ്ങളും ഉൾപ്പെടെ പലതും നമ്മൾ തിരുത്തിക്കൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്. കാരണം അവനാണ് നമ്മളെ ഓൺ ചെയ്യുന്നത്. അവന്റെ അധികാരത്തിൽ, അവന്റെ ഓണർഷിപ്പിലാണ് നമ്മളെല്ലാം ഉള്ളത്. അവന്റെ കൺട്രോളിലാണ് നമ്മളെല്ലാം ഉള്ളത്. അതുകൊണ്ട് അവനെ നമ്മൾ ഭയപ്പെടണം. അവനെ മാത്രം നമ്മൾ ഭയപ്പെടണം. അവനെ മാത്രം നമ്മൾ അനുസരിക്കണം. അവനെ മാത്രം നമ്മൾ ഇബാദത്ത് ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഖുർആനിൽ, യാ അയ്യുഹൻ നബിയു ഇത്തഖില്ലാഹ് ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. നബിയെ, നീ അള്ളാഹുവെ സൂക്ഷിക്കുക, സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളയാണ് നിന്റെ ഓണർ, അല്ലെ? അള്ളയാണ് നിനക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നീ അവനെ മാത്രം അനുസരിക്കുക. നീ അവലെ കാഫിറുകളും മുനാഫികളും നിന്നെ പലതും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാവും, പല രീതിയിൽ അവർ കാരണം നീ പ്രയാസപ്പെടുന്നുണ്ടാവും. പക്ഷെ നീ അള്ളാഹിനെ അനുസരിച്ചാൽ മതി. നമ്മുടെയൊക്കെ സാഹചര്യം അങ്ങനെയല്ലേ, അല്ലേ? പലതും നമ്മുടെ ചുറ്റുപാടുമുള്ള പലതിനെയും പലരെയും നമുക്ക് പേടിയാണ്. അള്ളാഹിനെ അനുസരിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ, പക്ഷെ ഇത് ഇവിടെ ആർക്കാ ഈ ഇൻസ്ട്രക്ഷൻ കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ ആണ്, അല്ലേ? നീ അള്ളാഹിനെ അനുസരിക്കുക, അവരൊന്നും അനുസരിക്കില്ല. അപ്പൊ നമ്മളെ കാര്യം എന്താ? അള്ളാഹു ആണ് നമ്മുടെ ഓണറെങ്കിൽ, അല്ലെ, അള്ളാഹു ആണ് നമ്മുടെ രാജാവെങ്കിൽ, അള്ളാഹു ആണ് നമ്മുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ അള്ളാഹിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനെ അനുസരിക്കുകയും വേണം. അള്ളാഹു എന്താണോ പറഞ്ഞത് നമ്മൾ അനുസരിച്ചേ മതിയാവും. കാറ്റ് പറത്തല് നമുക്ക് നഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മാലിക് അൽ മലിക് അൽ മലീക് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മൾ എത്രത്തോളം ഹമ്പിൾ ആവണം, അല്ലെ, വിനയാന്വിതരാവണം, എത്രത്തോളം നമ്മൾ നമ്മുടെ ഒരു പൊസിഷൻ മനസ്സിലാക്കണം എന്നുള്ളത് ആലോചിച്ച് നോക്കുക. നമ്മൾ അടിമകൾ മാത്രമാണ് അവന്റെ ഓണർഷിപ്പിലുള്ള. ആ ഒരു വിനയം, ആ ഒരു താഴ്മ, ആ ഒരു ഉബൂദിയത്തിലെ അടിമത്തം നമ്മൾ കാണിച്ചേ മതിയാവും. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാ നമ്മൾ ഈ അടിമത്തം കാണിക്കുക? അഹങ്കാരം ഇല്ലാതെ അവനെ അനുസരിച്ചുകൊണ്ട്, നമ്മൾ വിചാരിക്കുമോ നമ്മൾ അഹങ്കാരികളൊന്നും അല്ല എന്നല്ലേ? പക്ഷെ പലതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഇന്നതാണ്, അള്ളാഹ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് നമ്മൾ, അതൊന്നും നമ്മളെ കൊണ്ട് നടക്കൂല, അത് തന്നെയാ അഹങ്കാരം. അത് തന്നെയാണ് അഹങ്കാരം. നമ്മൾ വിചാരിക്കുന്നുണ്ട് കിബർ എന്ന് പറഞ്ഞാല്, അല്ലേ, ഭയങ്കര ആളുകളെ മുമ്പിൽ വലിയ ഗർവ് കാണിച്ച് നടക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാതിരിക്കലാണ് അഹങ്കാരം. അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തിയിട്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷവും അത് നമ്മൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അഹങ്കാരം. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലരെയും, അല്ലെ, അഹങ്കാരികൾ എന്ന് വിളിക്കുന്നത് ഇതിനല്ല. നമ്മൾ സ്വയം അഹങ്കാരികളാണെന്ന് അറിയാതെയാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ചെയ്യാതിരിക്കുന്നുണ്ട്. അതേപോലെ മനുഷ്യന്മാര് സ്വയം, അല്ലെ, ഞാൻ ഭയങ്കര സംഭവമാണ്, രാജാവാണ്, ഞാൻ രാജാക്കന്മാരുടെ രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് അധികാരം കാണിച്ച് നടക്കുന്ന ആളുകൾ, അള്ളാഹ്ക്ക് ഇത്രയും വെറുപ്പുള്ള ആൾക്കാർ വേറെയില്ല. യൗമുൽ ഖിയാമയിൽ അള്ളാഹു ഏറ്റവും അധികം വെറുക്കുന്നത്, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്നത്, വെറുപ്പിന് കാരണമാകുന്നത്, ദ്വേഷത്തിന് കാരണമാകുന്ന ആളുകളാണ് അത്തരത്തിലുള്ള അഹങ്കാരികൾ. അതായത് പലരും മാലിക്കുൽ അംലാഖ് പോലെയുള്ള രാജാക്കന്മാരുടെ രാജാവ് എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ, അല്ലെ, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര ഓണറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ടൈറ്റിൽസ് സ്വന്തമായിട്ട് കൊടുക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് അങ്ങേയറ്റം വെറുത്ത, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ. അത്തരത്തിലുള്ള ഒരു ടൈറ്റിലും നമുക്ക് ഫിറ്റ് ആവുന്നില്ല. അതൊക്കെ അള്ളാഹ്ക്ക് മാത്രം ഉള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മള് അതുകൊണ്ട് തന്നെ യൗമുൽ ഖിയാമയിൽ, അല്ലെ, പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആണ് അന്ന് എല്ലാത്തിന്റെയും ഓണർ. ആകാശങ്ങളെയും ഭൂമിയെയും ചുരുട്ടി റോൾ ചെയ്ത് കൈ പിടിക്കും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു ചോദിക്കും, അനൽ മലിക്, ഞാനാണ് അൽ മലിക്, ദ ട്രൂ കിങ്, യഥാർത്ഥ രാജാവ്. ഐനൽ ജബ്ബാറൂൻ, എവിടെ ആ പ്രതാപമുള്ള ആളുകളൊക്കെ, അല്ലെ, ആ അഹങ്കാരികൾ. ഐനൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളൊക്കെ എവിടെ? അള്ളാഹ്ക്ക് അഹങ്കാരം എന്ന് പറയുന്നത് റബ്ബിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. നമ്മളെ കുറിച്ച് തന്നെ, അല്ലേ, ഭയങ്കര ആണ് എന്നുള്ള ആ ഒരു ചിന്ത, എൻ്റെ കയ്യിൽ ഇതുണ്ട്, ഞാൻ അതിന്റെ ഉടമസ്ഥനാണ് എന്നുള്ള ആ ഒരു ചിന്ത. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഞാൻ അവരെക്കാൾ നല്ലതാണ്, ഞാൻ ഇവരെക്കാൾ നല്ലതാണ്, ഞാൻ സംഭവമാണെന്നുള്ള ചിന്ത. സുബ്ഹാനല്ലാഹ്. ഇതൊന്നും നമ്മൾക്ക് ഫിറ്റ് ആവുന്നില്ല. ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം ഫിറ്റ് ആവുന്ന കാര്യങ്ങൾ, അള്ളാഹ്ക്ക് മാത്രം യോജിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും അധികാരം നൽകപ്പെട്ട ആളുകൾ, അല്ലെ, ഏത് രീതിയിലാണെങ്കിലും, അതൊരു രാജ്യത്തിന്റെ അധികാരം എന്നൊന്നും ആവണമെന്നില്ല, സംസ്ഥാനത്തിൻ്റെതാവണമെന്നില്ല, അല്ലെ, അല്ലെങ്കിൽ ഒരു പേരുള്ള സ്ഥാനം ആവണമെന്നില്ല, കുടുംബങ്ങളിലാണെങ്കിൽ പോലും
സുബ്ഹാനല്ലാ. അധികാരമുള്ളവർ പലപ്പോഴും അധികാരത്തിനെ അവര് മിസ്യൂസ് ചെയ്യും, അബ്യൂസ് ചെയ്യും അല്ലെ. മറ്റുള്ളവരുടെ മേല് അധികാരം കാണിക്കാൻ വേണ്ടിയിട്ട്, ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാ. ഒരു കുടുംബത്തിലല്ലേ ഒരു ഭർത്താവ് ഭാര്യയോട് പോലും, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെടുത്ത് പോലും, അല്ലെങ്കിൽ മൂത്ത മക്കൾ ഇളയ മക്കളെടുത്ത് പോലും, അങ്ങനെ ഏതൊരു രീതിയിലും ഒരിത്തിരിയെങ്കിലും അധികാരമുള്ളവർ പലപ്പോഴും അധികാരത്തിനെ മിസ്യൂസ് ചെയ്യുന്നതാണ്, ഷോ ഓഫ് ചെയ്യുന്നത് കാണാം. സുബ്ഹാനല്ലാ അല്ലെ. അവരുടെ പവർ മറ്റുള്ളവരുടെ മേല് അടിച്ചേൽപ്പിക്കാനും, മറ്റുള്ളവരെ കൊച്ചാക്കി ചെറുതാക്കി കാണാനും കാണിക്കാനും, അത്തരത്തിൽ സംസാരിക്കാനും, അങ്ങനെ ഇൻസൾട്ട് ചെയ്യാനും ഒക്കെ ഇവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഖിയാമയിൽ അള്ളാഹു അവരെ നിന്ദിക്കും. അള്ളാഹുവിന്റെ നിന്ദ എന്ന് പറഞ്ഞാല് അത് താങ്ങാൻ പറ്റൂല അല്ലെ. മറ്റുള്ളവരെ ഒപ്രസ് ചെയ്യുന്ന ആളുകൾ, പലതരത്തിൽ പീഡനത്തിന് ഇരയാക്കുന്ന ആളുകൾ അന്നത്തെ ദിവസം ഉറുമ്പുകളെ പോലെയായി മാറും, ഒന്നും ഇല്ലാണ്ട് അല്ലെ, നിസ്സാരരാക്കി മാറ്റും. സുബ്ഹാനല്ലാഹ്. അവര് അന്ന് യൗമുൽ ഖിയാമയിൽ ഇരുട്ടിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അവസ്ഥകളെ തൊട്ട് നമ്മളെല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. ഭൂമിയിൽ അധികാരം നൽകിയ ആളുകള്, നൽകപ്പെട്ട ആൾക്കാര് പലപ്പോഴും അവരുടെ അധികാരത്തിനെ, അവരുടെ പവറിനെ അബ്യൂസ് ചെയ്യുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ പല രീതിയിലുള്ള കോൺസിക്വൻസസ് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്ത് സംസാരിക്കുക പോലുമില്ല, അള്ളാഹു അവരുടെ മുഖത്തേക്ക് നോക്കുക പോലുമില്ല. അള്ളാഹു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലേ പിന്നെ അതിലും വലിയ നഷ്ടക്കാര് വേറെ ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിന് അർഹതയില്ലാണ്ടായിത്തീരും. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ അവകാശികൾ അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല, അതികഠിനമായ ശിക്ഷയൊക്കെ പെടും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആണ് എന്താണ് അൽ മലിക്കുൽ ഹഖ് അല്ലെ, ഒരേ ഒരു യഥാർത്ഥ രാജാവ് അള്ളാഹു ആയിരിക്കുമ്പോ നമ്മൾ എന്തായിരിക്കണം? അങ്ങേയറ്റം വിനയാന്വിതരായിരിക്കണം. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹിന്റെ മുമ്പിൽ മാത്രമല്ല അല്ലെ, എല്ലാവരുടെ മുമ്പിലും. കാരണം അള്ളാഹ് മാത്രമേ ഉള്ളൂ കിങ്, നമുക്ക് കിങ് ആവാൻ യാതൊരു മാർഗവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത നമുക്ക് പാടില്ല. സുബ്ഹാനല്ലാഹ്. ഏത് തരത്തിലുള്ള ഒരു പവറോ അതോറിറ്റിയോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും അതുപയോഗിച്ച് നമ്മൾ ഭയങ്കര അഹങ്കരിക്കാൻ പാടില്ല. നമ്മൾ എത്രത്തോളം ചെറുതാവണോ അത്രത്തോളം ചെറുതാണ്. കാരണം അൽ മലിക്ക് അള്ളാഹ് മാത്രമാണ്. നമ്മൾ അഹങ്കരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അഹങ്കാരം എന്നുള്ളത് നമുക്ക് പാടേയില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മലിക്, അൽ മാലിക്, അൽ മലീക് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കൊണ്ടേണ്ട വേറൊരു കാര്യം, ഈ മാലിക് യൗമിദ്ദീൻ അള്ളാഹ് ആണ് അല്ലെ. ആ ദിവസത്തിന്റെ, പ്രതിഫല ദിവസത്തിന്റെ ഒരേ ഒരു ഉടമസ്ഥൻ, ഒരേ ഒരു മാസ്റ്റർ, ഒരേ ഒരു ഓണർ അള്ളാഹ് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അള്ളാഹിന്റെ ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ശരിക്കും ഭയപ്പെടണം. സുബ്ഹാനല്ലാഹ്. അത് നമ്മളൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ് അല്ലെ. അന്ന് നമുക്ക് ഇന്ന് ഈ കാണുന്ന ഒരു അധികാരവും ഒരു സമ്പത്തും ഒരു കുടുംബങ്ങളും നമ്മൾ എന്ത് നമ്മളെ സ്ട്രെങ്ത് ആണെന്ന് വിചാരിക്കുന്നു, ഒന്നും നമുക്ക് അന്ന് ഉണ്ടാവില്ല. നമ്മുടെ പവർ നമ്മുടെ മേലെ ഉണ്ടാവില്ല എന്ന്. സുബ്ഹാനല്ലാഹ്. കാരണം യൗമുൽ ഖിയാമയിൽ നമുക്കറിയാം, യൗമഹും ബാരിസൂൻ, എല്ലാവരും പുറത്തു വരുന്ന ദിനമാണത്. ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈഅ, അന്ന് അവരുടെ ഒരു കാര്യവും അള്ളാഹുവിൽ നിന്ന് ഒളിഞ്ഞിരിക്കുകയില്ല അല്ലെ, എല്ലാം പ്രത്യക്ഷമായിരിക്കും. ലെമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് അന്ന് ആധിപത്യം? ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് അന്ന് ആധിപത്യം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അള്ളാഹുലെ ഏകനും എല്ലാത്തിന്റെയും അടക്കി ഭരിക്കുന്നവനുമായ അള്ളാഹുവിന് മാത്രമാണ് അന്നത്തെ അധികാരം. അതുകൊണ്ട് തന്നെ അവൻ അന്ന് ചോദ്യം ചെയ്യും നമ്മളെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരു ദിവസത്തിനെ നമ്മൾ ഭയപ്പെടണം. ശരിക്കും ഒന്ന് ആലോചിച്ചൊക്കെ, അൽ മലിക്, അൽ മാലിക്, അൽ മലീക്, ഈ പേരുകൾ മനസ്സിലാക്കുമ്പോൾ മാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങളാണ്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് അല്ലെ. നമ്മൾ ഓരോ ചിന്തയിലും ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം തരട്ടെ. ആമീൻ. ഇനി അടുത്തൊരു കാര്യം, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അള്ളാഹു അൽ മലീക്കാണ് അല്ലെ. അള്ളാഹ്ക്ക് എന്തും ചെയ്യാൻ പറ്റും. ശരിക്കും ഏത് രാജാവിനും അവന്റെ ഒരു അധികാരം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ ഒരു രാജ്യത്തെ ഒരു നിയമം എന്ന് പറയുമ്പോൾ ചിലത് നമുക്ക് ചെയ്യാനും ചിലത് ചെയ്യാതിരിക്കാനും ഉള്ളത് ഉണ്ടാവും രാജ്യത്തെ നിയമത്തിന്. സുബ്ഹാനല്ലാഹ്. ചിലത് നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ പോവാൻ പോലും പാടില്ല. ഇത് എന്റെ ഏരിയ ആണ്, ഇവിടേക്ക് നിങ്ങൾ കാല് വെക്കാൻ പാടില്ല എന്ന് രാജാക്കന്മാര് പറയും അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും ഒരു ബോർഡർ ഉണ്ടാവും, ബൗണ്ടറി ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളത് റെസ്പെക്ട് ചെയ്തേ മതിയാവും.
അള്ളാഹു ചില ബൗണ്ടറീസ് ഒക്കെ ഓരോ രാജാക്കന്മാരും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ചില ബൗണ്ടറീസ് ഉണ്ട്. അള്ളാഹ് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ചിലതിനെ ഹലാലും ചിലതിനെ ഹറാമും ആക്കിയിട്ടുണ്ട്. ആ ബൗണ്ടറികളൊക്കെ നമ്മൾ പാലിച്ചേ മതിയാവും. അള്ളാഹ് ഹറാമാക്കിയതിലേക്ക് പോവുകയും അള്ളാഹു ഹലാലാക്കിയതിനെ ഒഴിവാക്കുകയും ചെയ്യാൻ നമുക്ക് പാടില്ല. അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാനും നമുക്ക് പാടില്ല. നമുക്ക് തോന്നിയ പോലെ ജീവിക്കാന്ന് പാടില്ല. എനിക്ക് എന്റെ സത്യം, നിനക്ക് നിന്റെ സത്യമില്ല. ഒരേ ഒരു സത്യമേ ഉള്ളൂ, അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സത്യമാണ്. ഒരേ ഒരു ഹക്കേ ഉള്ളൂ, അത് അള്ളാഹുവിന്റെ ഹക്കാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് തീരുമാനിക്കുന്നതാണ് ഹക്ക്. അവനാണ് നമ്മളെ ഓൺ ചെയ്യുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്, അവനാണ് നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അവന്റെ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്തേ മതിയാവും. നമുക്ക് സ്വന്തമായിട്ട് യാതൊരു വക നിയമങ്ങളും ഇല്ല. നമ്മൾ എന്തെങ്കിലും ഒരു നിയമം പറയുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം, അത് അള്ളാന്റെ നിയമം തന്നെയാണോ അതോ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയതാണോ ഞാൻ പറയുന്നത്. നമ്മൾ വെറും അടിമകള് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, അവൻ പറഞ്ഞത് അനുസരിക്കാന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഉള്ളൂ. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും, നമുക്ക് ഈസിയാന്ന് തോന്നിയാലും പ്രയാസാന്ന് തോന്നിയാലും അവന്റെ പരിധികൾ നമുക്ക് ലംഘിക്കാൻ യാതൊരു മാർഗവും ഇല്ല. സുബ്ഹാനല്ലാഹ്, അത് നമ്മൾ അവന്റെ പരിധികൾ ലംഘിക്കുമ്പോൾ ശരിക്കും നമ്മൾ അള്ളാന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുക. അള്ളാഹ്, നീ അതൊക്കെ പറഞ്ഞോ, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ചെയ്യൂല, അല്ലെ? അള്ളാന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാന്ന് പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്, എന്ത് ധൈര്യമായിരിക്കും നമുക്കല്ലേ? അള്ളാഹ് അത് പറഞ്ഞോട്ടെ, ഞാനത് ചെയ്യൂല എന്ന് പറയാൻ. സുബ്ഹാനല്ലാഹ്, അപ്പം അങ്ങനെ ചെയ്യുന്നവരാണ് അഹങ്കാരികൾ. സുബ്ഹാനല്ലാഹ്, അവര് യൗമുൽ ഖിയാമയിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ വലിച്ചു താഴെയിടും. സുബ്ഹാനല്ലാഹ്, അവനാണ് രാജാവ്, അവൻ മാത്രമേ രാജാവുള്ളൂ, അവന് മാത്രമേ ഓണർഷിപ്പ് ഉള്ളൂ. നമ്മളെല്ലാം വെറും അടിമകൾ മാത്രമാണ്. അപ്പൊ നമുക്ക് പറ്റുന്നത് അനുസരണയും ബോധിയത്വം ഒക്കെ മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, യാതൊരു അഹങ്കാരത്തിനും അർഹത നമുക്ക് ഇല്ല. നമ്മൾ തിരിച്ചു പോക്ക് അവനിലേക്ക് മാത്രം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മറക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, അപ്പം എങ്ങനെയാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പേരുകൾ ഉപയോഗിച്ച് ഇബാദത്ത് ചെയ്യേണ്ടത്, ദുആ ചെയ്യേണ്ടത്? ഒരുപാട് ദുആകളുണ്ട്, അല്ലെ? ഈ പേരുകൾ വരുന്നത് നമ്മൾ രാവിലെയും വൈകുന്നേരം ഉള്ള ദുആ. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദി ആലിമൽ ഗൈബി വശ്ശഹാദതി റബ്ബി കുല്ലി ഷൈഇൻ വ മലീകുഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊസു ബിക മിൻ ശർരി നഫ്സി വ മിൻ ശർരി ശൈത്വാനി വശിർകിഹി. ഈ ഒരു ദുആ, അല്ലെ? അല്ലാഹുവേ, എന്താണ്? നീയാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ സൃഷ്ടാവ്. നിനക്കാണ് ഗൈബും, അല്ലെ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവൻ നീ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, നീ അല്ലാതെ ഇബാദത്തിന് അർഹനായിട്ടുള്ള വേറെ ആരുമില്ല. മാത്രമല്ല, നീ എന്താണ്? മലീക്കാണ്, എല്ലാത്തിന്റെയും ഓണറാണ്, അല്ലെ? എല്ലാത്തിന്റെയും ഓണർ നീയാ. അതുകൊണ്ട് നിന്നിലെ ഞാന് ശരണം തേടുന്നു. എന്തിന്? ഷെറിൽ നിന്ന്, അല്ലെ? എന്റെ നഫ്സിന്റെ, എനിക്ക് സ്വന്തമായിട്ട് വന്നു പോകുന്ന ഷെറുകളിൽ നിന്ന്, അതുപോലെ ഷെയ്ത്താനിൽ നിന്നുള്ള ഷെറിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്, അവൻ എന്റെ ഇബാദത്തിന്റെ ഷെയർ അവൻ എടുക്കുന്നതിൽ നിന്ന് ഞാൻ നിന്റെ അടുത്ത് ശരണം തേടുന്നു. സുബ്ഹാനല്ലാഹ്, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലഹുൽ മുൽക്ക്, അല്ലേ? അവനാണ് പരമാധികാരം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എന്തും ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, നമ്മളെ രാവിലെയും വൈകുന്നേരങ്ങളിലും പല സമയങ്ങളിലും, അല്ലെ, നമസ്കാരത്തിന് ശേഷവും ഒക്കെ പറയാൻ എൻകറേജ് ചെയ്യപ്പെടുന്ന ഒരു ദിക്റാണത്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, എല്ലാം അവനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, നമസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹ ഓതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. സുബ്ഹാനല്ലാഹ്, മാലികി യൗമിദ്ദീൻ, യൗമുദ്ദീന്റെ മാലിക് ആരാണ്? അവനാണ്. സുബ്ഹാനല്ലാഹ്, അപ്പൊ അള്ളാഹു മറുപടി പറയുന്നുണ്ട്, അല്ലെ? മജ്ജദനി അബ്ദി, എന്റെ അബ്ദ് എന്നെ പ്രശംസിച്ചിരിക്കുന്നു. തുടർന്ന് പറയുന്നുണ്ട്, ഫവ്വദ ഇലയ്യ അബ്ദി, എന്റെ അബ്ദ് എന്നിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തിട്ടുണ്ട്. അവന്റെ എല്ലാ കാര്യങ്ങളും എന്റെ മുമ്പിൽ അടിയറവ് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അതായത് എന്റെ അടിമക്ക് അറിയാം അവന് എന്റെ ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, അപ്പൊ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പം നമ്മൾ തന്നെ ഓർക്കുക, അള്ളയാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, യൗമുൽ ഖിയാമ അടക്കം. അതുകൊണ്ട് നമ്മൾ അവന്റെ മുമ്പിൽ കീഴൊതുങ്ങിയേ മതിയാകൂ. അതിനുശേഷമാണ് നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ചോദിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലേ? നമ്മൾ അവനെ കീഴൊതുങ്ങാതെ അവനെ ഇബാദത്ത് ചെയ്യാതെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഹിദായത്ത് കിട്ടും?
ആലോചിച്ച് നോക്കുക. നമ്മൾ പറയുന്നതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം അത് അവന് മാത്രമാണ് അന്ന് പരമാധികാരം. സുബ്ഹാനല്ലാഹ്. അവന്റെ അധികാരം, അവന്റെ ജഡ്ജ്മെന്റ് മാത്രമേ അന്ന് എടുക്കപ്പെടുകയുള്ളൂ അല്ലെ. ഇന്ന് നമുക്ക് കുറച്ച് അധികാരം, ഫ്രീഡം ഒക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ പലതും ചെയ്യാനൊക്കെ. പക്ഷെ ആ ഫ്രീഡം എപ്പോഴും നമ്മൾ അള്ളാന്റെ അബദായിരിക്കാൻ വേണ്ടി ഉള്ളതായിരിക്കണം. ആ ഒരു ഫ്രീഡം കണ്ട് നമ്മൾ വിഡ്ഢികളായി പോകരുത് അല്ലേ. ഓ, എനിക്കിന്ന് ഇഷ്ടം പോലെ ജീവിക്കാം, ഇഷ്ടം പോലെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതിനെ നമ്മൾ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാല്, ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞാല് ഒരു സമയം വരും, നമ്മൾ റബ്ബിന്റെ മുമ്പിൽ ചെന്നിട്ട് മറുപടി ഉത്തരങ്ങൾ കൊടുക്കേണ്ട ഒരു സമയം വരും. അവനെ കാണേണ്ട ഒരു ദിവസമുണ്ട്. അവന്റെ കയ്യിൽ, അവന്റെ മുമ്പിൽ വെറും കയ്യാലെ ചെല്ലേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് ഒരു അധികാരവും ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഇന്നുള്ള നമ്മളുടെ തുച്ഛമായ അധികാരങ്ങൾ പോലും അന്ന് നമുക്ക് നഷ്ടപ്പെടും. ഈ ലോകത്തിൻ്റെതായ ഒരു പളപളപ്പും ഒരു സപ്പോർട്ടും അന്ന് നമുക്ക് ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഒന്നും അന്ന് ഉണ്ടാവില്ല. എല്ലാം അള്ളാഹ് തിരിച്ചെടുത്തിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഓർക്കുക, ജീവിതത്തിലുടനീളം അള്ളാഹു ആണ് അൽ മലിക്, അള്ളാഹു ആണ് അൽ മലീക്, അള്ളാഹു ആണ് അൽ മാലിക്. നമ്മൾ വെറും അടിമകൾ മാത്രമാണ്. അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും കൊണ്ടും ജീവിതത്തിൽ ഓരോ ശ്വാസവും അല്ലെ, ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും ഓരോ വാക്കുകളും ക്രമീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.